ബാലഗോപാല, എന്തോ നാടാ നീ കിടന്ന് ആലോചിക്കുന്നു? ഒന്നുമില്ല മുത്തശ്ശി. തറവാട് വക ഭൂമി നാഥനില്ലാണ്ടല്ലയോ കിടക്കണത്? സർപ്പശാപം കളിതമാശ അല്ല കുഞ്ഞേ. അവിടെ കാഞ്ഞിരത്തറയിൽ ഒരു കാവ് കെട്ടി സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താൻ ഇതുവരെ ആരും കൂട്ടാക്കിയില്ലല്ലോ. കഴുത്തിലും കാതിലും നിറയെ എടുത്താ പൊങ്ങാത്തത്ര സ്വർണ്ണാഭരണങ്ങളുമായിട്ടാ നിന്റെ അമ്മ സാവിത്രി വീട്ടിൽ കയറി വന്നത്. അവിടെ മോൾ ഇന്നലെ എങ്ങനാ പടിയിറങ്ങിപ്പോയത്? ഭഗവാനെ കാത്തുരക്ഷിക്കണേ. എല്ലാം എന്റെ കുറ്റാണ് മുത്തശ്ശി. ഞാൻ കൊല്ലരാത്തനായി പോയി, അതുകൊണ്ടാ. എന്നാണോ ബാലഗോപാല ഞാൻ പറഞ്ഞു? ദേവി പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു നീ ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്ന്. നേരാണോടാ? മുത്തശ്ശി, ഞാൻ സ്വല്പേരെ സൂര്യായിട്ട് കിടന്നിട്ട്. ബാലേട്ടന്റെ എല്ലാ വിഷമങ്ങൾക്കും കാരണം ഞാനാണെന്നറിയാം. എന്നാര് പറഞ്ഞു? വിഷമങ്ങളൊക്കെ ഞാൻ തന്നെ ക്ഷണിച്ചു വരുത്തിയതല്ലേ, അതിൽ മറ്റാർക്കും പങ്കില്ല. അല്ല പിന്നെ ആര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? എനിക്കറിയാം. അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ ഉടനെ ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കുമെന്ന് ബാലേട്ടന് തോന്നുന്നുണ്ടോ? അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ബാലേട്ടാ, അനിത എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അത്രമാത്രം എന്നെ വെറുത്തു ബാലേട്ടാ? അനിതയുടെ അമ്മ എന്നും വായിക്കുന്ന മൂന്നാം കിട പൈങ്കിളി കഥകളിലെ നായകനല്ല ഞാൻ. എനിക്ക് പ്രാക്ടിക്കലായി ചിന്തിച്ചേ പറ്റൂ. തൽക്കാലത്തെ ചുറ്റുപാടിൽ ഞാൻ അനിതയെ വെറുക്കുന്നതാണ് എനിക്കും അനിതയ്ക്ക് നല്ലത്. അങ്ങനെ പറയരുത് ബാലേട്ടാ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. തിരിച്ചൊന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അവിടെ നിന്ന് മിണ്ടാതെ പോകുന്നത്. ഞാൻ അവിടെ എപ്പോഴും വന്നാൽ ആളുകൾ അതും ഇതും പറയും പോലും. കേസ് കാശുകാരാവുന്നവരെ ഇപ്പോഴും ആൾക്കാരൊക്കെ എവിടെ ആയിരുന്നു? നിന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ അർദ്ധരാത്രി കുട പിടിക്കുന്ന ടൈപ്പാണ്. ലളിതമായി പറഞ്ഞ അല്പൻ. ഇങ്ങനെ ചില ആൾക്കാരുമായി ഞാൻ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളാം. എന്നെ ചോദിക്കോളൂ. ബാലേട്ടൻ എത്ര പറഞ്ഞാലും അധികമാവില്ല. അവർക്ക് വേണ്ടി ബാലേട്ടനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നാ കല്യാണം? വലിയ വീട്ടിലെ കല്യാണമാകുമ്പോ വിഭവസമർത്ഥമായ സദ്യ കാണുമല്ലോ. ഉണ്ണാൻ ഞാൻ വരും. ഒരു നേരത്തെ വിശപ്പ് പറയാ, അത്രയല്ലോ. ഒന്ന് മതിയാക്കൂ ബാലേട്ടാ. ആര് തീരുമാനിച്ചാലും ഉറപ്പിച്ചാലും എന്റെ ഇഷ്ടം കൂടാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പൊ ശരിക്കുള്ള ഒരു തീരുമാനം ഇതുവരായില്ലേ? ബാലേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്റെ അച്ഛനമ്മയും പറഞ്ഞിട്ടാണോ നമ്മൾ പരിചയപ്പെട്ടത്? ഞാൻ പോലും അറിയാതെ ബാലേട്ടൻ കാശ് കൊടുത്ത് സ്നേഹം വാങ്ങാൻ ശ്രമിച്ചത് എന്റെ കുറ്റമാണോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വിചാരിക്കുന്നത് വിഡിത്തമാണ്. ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, ബാലേട്ടന് എന്നോട് സ്നേഹമുണ്ടോ? പറയൂ ബാലേട്ടാ. നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ഒളിച്ചോട്ടമാണോ? അച്ഛനും അമ്മയും നിശ്ചയിച്ച ആളിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ആ സുഖം എനിക്ക് വേണ്ട. ഇപ്പൊ അതൊക്കെ തോന്നും, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ അതെല്ലാം വെറും ചാബല്യമായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യും. എനിക്ക് മടുത്തു. ഈ നഗരം എനിക്ക് ദുഃഖങ്ങൾ മാത്രമാണ് തന്നത്. നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി കണ്ടവന്റെ വാതിൽ മുട്ടുന്ന ജോലി ഞാൻ മതിയാക്കുകയാണ്.
ആരും നോക്കാനില്ലാതെ കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട് നാട്ടിൽ. അവിടെ ഞാൻ അധ്വാനിക്കും. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എന്നോട് അല്പം പോലും സ്നേഹമില്ലേ ബാലേട്ടന്? അനിത പോകുന്നുണ്ടോ? എനിക്ക് അല്പം സ്വൈര്യം വേണം. കാശില്ലാത്തവന് പറഞ്ഞിട്ടുള്ളതല്ല കല്യാണവും കുടുംബജീവിതവും ഒന്നും. ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. ബാലേട്ടാ, പോവാനാ പറഞ്ഞേ. അനിതേ, വെക്കോളൂ. ഒന്നും പറയണ്ട, രാഷ്ട്രീയത്തെ പറ്റി പറയാൻ നമുക്കൊന്നും അതിൽ വലിയ ഒരു താല്പര്യമില്ലത്. നമസ്കാരം. വരട്ടെ, അതിനെ കാണാം. അല്ല, പുറപ്പെട്ടോ? എന്താ? നാളെ 10 മണിക്കാണ് മുഹൂർത്തം, മറക്കരുത്. തീർച്ചയായിട്ടും വരും. നമസ്കാരം. നമസ്കാരം. തിരിച്ചു പോകാൻ പറയരുത്.